ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് സീരീസിലെ 7ാമത്തെ വീഡിയോ ആയ 2025 ഏപ്രിൽ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഇതിനു മുന്നേ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ വീഡിയോ ഇൻഫർമേറ്റീവും ഇൻട്രസ്റ്റിംഗുമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ക്രാഷ് ടെസ്റ്റ് ഏതാണ്? ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ക്രാഷ് ടെസ്റ്റ് ഏതാണ്? ഭാരത് ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാമാണ്. ഭാരത് ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാമാണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ക്രാഷ് ടെസ്റ്റ്. നെക്സ്റ്റ് വൺ, മലിനീകരണത്തിന് കാർബൺ നികുതി ചുമത്താനുള്ള ആദ്യ നീക്കത്തിന് അനുകൂലിച്ചത് ഏത് രാജ്യമാണ്? ഇന്ത്യയാണ്. മലിനീകരണത്തിന് കാർബൺ നികുതി ചുമത്താനുള്ള ആദ്യ നീക്കത്തിന് അനുകൂലിച്ചത് ഏത് രാജ്യമാണ്? ഇന്ത്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 6 മാസത്തെ ദൗത്യത്തിനായി ടിയാംഗോങ് ബഹിരാകാശ നിലയത്തിലേക്ക് ഷെൻഷൌ 20 ബഹിരാകാശ കപ്പലിൽ 3 ബഹിരാകാശ യാത്രികരെ വിക്ഷേപിച്ച രാജ്യമേതാണ്? ക്വസ്റ്റ്യൻ എന്താണ്? 6 മാസത്തെ ദൗത്യത്തിനായി ടിയാംഗോങ് ബഹിരാകാശ നിലയത്തിലേക്ക് ഷെൻഷൌ 20 ബഹിരാകാശ കപ്പലിൽ 3 ബഹിരാകാശ യാത്രികരെ വിക്ഷേപിച്ച രാജ്യമേതാണ്? ചൈനയാണ്. ഏതാണ്? ചൈന. നെക്സ്റ്റ് വൺ, ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തീരുമാനിച്ച ഏഷ്യൻ രാജ്യം ഏതാണ്? വിയറ്റ്നാമാണ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തീരുമാനിച്ച ഏഷ്യൻ രാജ്യം ഏതാണ്? വിയറ്റ്നാമാണ്. പഹൽഗാം ആക്രമണത്തെ തുടർന്നുള്ള പ്രതിസന്ധിയിൽ അതിർത്തിയിലേക്ക് നീങ്ങുന്ന ഇന്ത്യൻ വിമാനവാഹിനി കപ്പൽ ഏതാണ്? INS വിക്രാന്ത് ആണ്. പഹൽഗാം ആക്രമണത്തെ തുടർന്നുള്ള പ്രതിസന്ധിയിൽ അതിർത്തിയിലേക്ക് നീങ്ങുന്ന ഇന്ത്യൻ വിമാനവാഹിനി കപ്പൽ ഏതാണ്? INS വിക്രാന്ത് ആണ്. നെക്സ്റ്റ് വൺ, സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് ഏത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ്? പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അല്ലേ? പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത്. സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിയിൽ ജേതാവായതാരാണ്? ഓസ്കർ പിയാസ്ട്രിയാണ്. സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിയിൽ ജേതാവായതാരാണ്? ഓസ്കർ പിയാസ്ട്രിയാണ്. നെക്സ്റ്റ് വൺ, ദക്ഷിണേന്ത്യൻ ബോക്സ് ഗർഡർ മാതൃകയിൽ ദക്ഷിണേന്ത്യൻ ബോക്സ് ഗർഡർ മാതൃകയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ഒറ്റത്തൂൺ മേൽപ്പാലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. എവിടെയാണ്? കാസർഗോഡ്. ദക്ഷിണേന്ത്യൻ ബോക്സ് ഗർഡർ മാതൃകയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ഒറ്റത്തൂൺ മേൽപ്പാലം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? കാസർഗോഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബുൾസി ഗാലക്സി ആയിട്ടുള്ള ലെഡ 1313424 കണ്ടെത്തിയ ദൂരദർശിനി ഏതാണ്? ഹബിൾ ബഹിരാകാശ ദൂരദർശിനിയാണ്. ബുൾസി ഗാലക്സി ലെഡ 1313424 കണ്ടെത്തിയ ദൂരദർശിനി ഏതാണ്? ഹബിൾ ബഹിരാകാശ ദൂരദർശിനിയാണ്. നെക്സ്റ്റ് വൺ, യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ പുസ്തകങ്ങൾ ഏതാണ്? ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2025 ഏപ്രിലിൽ അന്തരിച്ച ISRO ചെയർമാനായിരുന്ന വ്യക്തി ആരാണ്? കെ കസ്തൂരിരംഗനാണ്. 2025 ഏപ്രിലിൽ അന്തരിച്ച ISRO ചെയർമാനായിരുന്ന വ്യക്തി ആരായിരുന്നു? കെ കസ്തൂരിരംഗനാണ്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ രൂപീകരണ സമിതി തലവൻ കൂടിയായിരുന്നു. ആരാണ്? ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ രൂപീകരണ സമിതി തലവനായിരുന്നു ആര്? കെ കസ്തൂരിരംഗൻ. അതുപോലെ തന്നെ പശ്ചിമ സംരക്ഷണത്തിന് മാധവ് ഗാഡ്ഗിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് പുനഃപരിശോധിക്കാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച സമിതിയുടെയും തലവനായിരുന്നു. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ രൂപീകരണ സമിതി തലവനായിരുന്നു. അതുപോലെ പശ്ചിമ സംരക്ഷണത്തിന് മാധവ് ഗഡ്ഗിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് പുനർപരിശോധിക്കാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച സമിതിയുടെ തലവനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്തെന്നറിയോ? സ്പേസ് ആൻഡ് ബിയോണ്ട് പ്രൊഫഷണൽ വോയേജ് ഓഫ് കെ കസ്തൂരിരംഗൻ. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ ഏതാണ്? സ്പേസ് ആൻഡ് ബിയോണ്ട് പ്രൊഫഷണൽ വോയേജ് ഓഫ് കെ കസ്തൂരിരംഗൻ എന്നാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ലോക ഗുസ്തി ദിനം എന്നാണ്? ഏപ്രിൽ 25. ലോക ഗുസ്തി ദിനം എന്നാണ്? ഏപ്രിൽ 25. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഭാരത് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. 2025 ഭാരത് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. നെക്സ്റ്റ് വൺ, ഗ്രാമീണ സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനായി രേഷാം സഖി യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഗ്രാമീണ സ്ത്രീകളെ സാമ്പത്തിക
സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനായി രേഷാം സഖി യോജന ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതിർത്തി നിരീക്ഷണത്തിനായി AI അധിഷ്ഠിത റോബോട്ട്സ് നിർമ്മിച്ചത് എവിടെയാണ്? IIT ഗുവാഹത്തിയിലാണ്. അപ്പം എന്താണ്? അതിർത്തി നിരീക്ഷണത്തിനായി AI അധിഷ്ഠിത റോബോട്ട്സ് നിർമ്മിച്ചത് എവിടെയാണ്? IIT ഗുവാഹത്തിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2025 രോഗപ്രതിരോധ വാരത്തിന്റെ പ്രമേയം എന്താണ്? ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ ഈസ് ഹ്യൂമൻലി പോസിബിൾ. എന്താണ് 2025 രോഗപ്രതിരോധ വാരത്തിന്റെ പ്രമേയം എന്താണ്? ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ ഈസ് ഹ്യൂമൻലി പോസിബിൾ എന്നാണ്. ദ നെക്സ്റ്റ് വൺ, 2025 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം എന്താണ്? മലേറിയ എൻഡ്സ് വിത്ത് അസ്, റീഇൻവെസ്റ്റ്, റീഇമാജിൻ, റീഇഗ്നൈറ്റ്. ഇപ്പം എന്താണ് 2025 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം എന്താണ്? മലേറിയ എൻഡ്സ് വിത്ത് അസ്, റീഇൻവെസ്റ്റ്, റീഇമാജിൻ ആൻഡ് റീഇഗ്നൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന നടത്തിയ സൈനിക അഭ്യാസം ഏതാണ്? എക്സർസൈസ് ആക്രമൺ. എന്താണ്? പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന നടത്തിയ സൈനിക അഭ്യാസം ഏതാണ്? എക്സർസൈസ് ആക്രമണമാണ്. ദ നെക്സ്റ്റ് വൺ, ഒഡീഷയിലെ ഏത് സംരക്ഷിത പ്രദേശമാണ് ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്? സിംലിപാലാണ്. എന്താണ്? ഒഡീഷയിലെ ഏത് സംരക്ഷിത പ്രദേശമാണ് ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്? അത് സിംലിപാലാണ്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ, IT മേഖലയിൽ നൂതനമായ തൊഴിലുകൾ കണ്ടെത്താനുള്ള സൗജന്യ പ്ലാറ്റ്ഫോമാണ് ലോഞ്ച് പാഡ്. എന്താണ്? IT മേഖലയിൽ നൂതനമായ തൊഴിലുകൾ കണ്ടെത്താനുള്ള സൗജന്യ പ്ലാറ്റ്ഫോമാണ് ലോഞ്ച് പാഡ്. സംസ്ഥാനത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? ജയതിലക് IAS ആണ്. അപ്പം എന്താണ്? സംസ്ഥാനത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആയി നിയമിതനായത് ആരാണ്? ജയതിലക് IAS ആണ്. ദ നെക്സ്റ്റ് വൺ, ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23 ആണ്. അപ്പം എന്താണ്? ലോക പുസ്തക ദിനം ഏപ്രിൽ 23 ദ നെക്സ്റ്റ് വൺ, ബഹിരാകാശത്തേക്കുള്ള ആക്സിയം 4 ദൗത്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരിയാണ് ശുഭാശു ശുക്ല. അപ്പം എന്താണ്? ബഹിരാകാശത്തേക്കുള്ള ആക്സിയം 4 ദൗത്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരിയാണ് ശുഭാശു ശുക്ല. ദ നെക്സ്റ്റ് വൺ, 2025 ഏപ്രിലിൽ സ്ത്രീ ശാക്തീകരണത്തിനായി പിങ്ക് റിക്ഷ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അപ്പം എന്താണ്? 2025 ഏപ്രിലിൽ സ്ത്രീ ശാക്തീകരണത്തിനായി പിങ്ക് റിക്ഷ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2025 ഏപ്രിലിൽ ഏത് സംഘടനയാണ് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് അല്ലെങ്കിൽ WEO എ ക്രിട്ടിക്കൽ ജങ്ചർ എമംഗ് പോളിസി ഷിഫ്റ്റ് എന്ന റിപ്പോർട്ട് പുറത്തിറക്കിയത്? ഇപ്പം എന്താണ് ക്വസ്റ്റ്യൻ? 2025 ഏപ്രിലിൽ ഏത് സംഘടനയാണ് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് അല്ലെങ്കിൽ WEO എ ക്രിട്ടിക്കൽ ജങ്ചർ എമംഗ് പോളിസി ഷിഫ്റ്റ് എന്ന റിപ്പോർട്ട് പുറത്തിറക്കിയത്? അത് IMF ആണ്. അതായത് അന്താരാഷ്ട്ര നാണയനിധി. എന്താണ്? അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ IMF എന്ന് പറയുന്ന സംഘടനയാണ് എന്ത് പുറത്തിറക്കിയത്? എ ക്രിട്ടിക്കൽ ജങ്ചർ എമംഗ് പോളിസി ഷിഫ്റ്റ് എന്ന റിപ്പോർട്ട് പുറത്തിറക്കിയത്. ദ നെക്സ്റ്റ് വൺ, കേരള സർവകലാശാലയുടെ ONV പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? MK സാനു ആണ്. എന്താണ്? കേരള സർവകലാശാലയുടെ ONV പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? MK സാനു ആണ്. ദ നെക്സ്റ്റ് വൺ, കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? ഡോക്ടർ ടിജു തോമസ് ആണ്. എന്താണ്? കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ ടിജു തോമസ് ആണ്. വേൾഡ് മലേറിയ ഡേ എന്നാണ്? ഏപ്രിൽ 25 എന്താണ്? വേൾഡ് മലേറിയ ഡേ ഏപ്രിൽ 25 ദ നെക്സ്റ്റ് വൺ, പഞ്ചായത്തി രാജ് ഡേ എന്നാണ്? അത് ഏപ്രിൽ 27 എന്താണ്? പഞ്ചായത്തി രാജ് ഡേ എന്നാണ്? ഏപ്രിൽ 27 ദ നെക്സ്റ്റ് വൺ, വേൾഡ് ബുക്ക് ഡേ എന്നാണ്? അത് ഏപ്രിൽ 23 എന്താണ്? വേൾഡ് ബുക്ക് ഡേ ഏപ്രിൽ 23 ദ നെക്സ്റ്റ് വൺ, 2025 വേൾഡ് ബുക്ക് ക്യാപിറ്റൽ എവിടെയാണ്? റിയോ ഡി ജനീറോയാണ്. ഇപ്പോൾ 2025 വേൾഡ് ബുക്ക് ക്യാപിറ്റൽ എവിടെയാണ്? റിയോ ഡി ജനീറോ. ദ നെക്സ്റ്റ് വൺ, അരുൺ 3 ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ്. എന്താണ്? അരുൺ 3 ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ്. AI കരിയർ ഫോർ വുമൺ സംരംഭം ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയമാണ്. എന്താണ്? AI കരിയർ ഫോർ വുമൺ സംരംഭം ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം. നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? അത് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലാണ്. ഇപ്പം എന്താണ്? നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്
മന്ത്രാലയത്തിന് കീഴിലാണ്. ദ നെക്സ്റ്റ് വൺ, സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ്. അപ്പം എന്താണ്, സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? പ്രോജക്റ്റ് എക്സ് ആണ്. പ്രഥമ കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2025 വേദി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അപ്പം എന്താണ്, പ്രഥമ കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2025 വേദി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ദ നെക്സ്റ്റ് വൺ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ലയാണ് പാലക്കാട്. അപ്പം എന്താണ്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ലയാണ് പാലക്കാട്. 2025 ഏപ്രിലിൽ ചേർന്ന മോണിറ്ററി പോളിസി കൗൺസിൽ പ്രകാരം RBIയുടെ പുതിയ റിപ്പോ റേറ്റ് ആണ് 6%. ഇതാണ് 2025 ഏപ്രിലിൽ ചേർന്ന മോണിറ്ററി പോളിസി കൗൺസിൽ പ്രകാരം RBIയുടെ പുതിയ റിപ്പോ റേറ്റ് എത്രയാണ്? അത് പുതുക്കിയ റിപ്പോ റേറ്റ് എത്രയാണ്? അത് 6%. സംസ്ഥാനത്തെ ആദ്യ അതിദരിദ്രമുക്ത മണ്ഡലം ഏതാണ്? ധർമ്മടമാണ്. ഓക്കെ, എന്താണ് സംസ്ഥാനത്തെ ആദ്യ അതിദരിദ്രമുക്ത മണ്ഡലമാണ് ധർമ്മടം. ദ നെക്സ്റ്റ് വൺ, രാജ്യത്തെ ആദ്യത്തെ സൈബർ കമാൻഡ് സെന്റർ രൂപീകരിച്ചത് കർണാടകയിലാണ്. അപ്പം എന്താണ്, രാജ്യത്തെ ആദ്യ സൈബർ കമാൻഡ് സെന്റർ രൂപീകരിച്ചത് എവിടെയാണ്? കർണാടകയിലാണ്. ദ നെക്സ്റ്റ് വൺ, 2025 ഏപ്രിലിൽ സ്കൂളിൽ ജങ്ക് ഫുഡ് നിരോധിച്ച രാജ്യം ഏതാണ്? മെക്സിക്കോയാണ്. അപ്പം എന്താണ്, 2025 ഏപ്രിലിൽ സ്കൂളിൽ ജങ്ക് ഫുഡ് നിരോധിച്ച രാജ്യം ഏതാണ്? മെക്സിക്കോയാണ്. ആദ്യ ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച എത്രാം വാർഷികമാണ് 2025 ഏപ്രിലിൽ ആചരിക്കുന്നത്? 50ാമത്തെയാണ്. അപ്പം എന്താണ്, ആദ്യ ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച എത്രാം വാർഷികമാണ് 2025 ഏപ്രിൽ ആചരിക്കുന്നത്? 50ആണ്. ദ നെക്സ്റ്റ് വൺ, കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായി ചുമതലയേൽക്കുന്ന ആദ്യ ആഫ്രിക്കൻ വനിതയാണ് ഷേർലി ബോച്ച്വേ. ഇപ്പം എന്താണ്, കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായി ചുമതലയേൽക്കുന്ന ആദ്യ ആഫ്രിക്കൻ വനിത ആരാണ്? ഷേർലി ബോച്ച്വേ ആണ്. ആരാണ്? ഷേർലി ബോച്ച്വേ. ദ നെക്സ്റ്റ് വൺ, നിർണായക ധാതു മേഖലയിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിനായി 2025 സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ. ഇപ്പം എന്താണ്, നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ എന്ന് പറഞ്ഞ ദൗത്യം എന്തിനു വേണ്ടിയിട്ടാണ് സർക്കാർ ആരംഭിച്ചത്? നിർണായക ധാതു മേഖലയിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിനായി 2025 സർക്കാർ ആരംഭിച്ച ദൗത്യം ഏതാണ്? നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് റാഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങിയത്? ഫ്രാൻസിൽ നിന്നാണ്. അപ്പം എന്താണ്, ഇന്ത്യ ഫ്രാൻസിൽ നിന്നുമാണ് റാഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങിയത്. ദ നെക്സ്റ്റ് വൺ, 2025 ഗ്ലോബൽ ടെക്നോളജി സമ്മിറ്റ് അല്ലെങ്കിൽ GTSന്റെ വേദി ഏതാണ്? ന്യൂഡൽഹിയാണ്. അപ്പം എന്താണ്, 2025 ഗ്ലോബൽ ടെക്നോളജി സമ്മിറ്റ് അല്ലെങ്കിൽ GTSന്റെ വേദി ഏതാണ്? ന്യൂഡൽഹിയാണ്. ദെൻ, പട്ടികജാതി സംവരണങ്ങളുടെ ഉപവർഗീകരണം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. അപ്പം എന്താണ്, പട്ടികജാതി സംവരണങ്ങളുടെ ഉപവർഗീകരണം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതാരാണ്? ഡോക്ടർ ഹരിണി അമരസൂരിയാണ്. അപ്പം എന്താണ്, ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതാരാണ്? ഡോക്ടർ ഹരിണി അമരസൂരിയാണ്. ദ നെക്സ്റ്റ് വൺ, സ്ത്രീ സാക്ഷരതയിൽ രാജ്യത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പം എന്താണ്, സ്ത്രീ സാക്ഷരതയിൽ രാജ്യത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ദ നെക്സ്റ്റ് വൺ, സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായി സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കി അവതരിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? ജൻ ഗൽസ. അപ്പം എന്താണ്, സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായി സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കി അവതരിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജൻ ഗൽസ. ഇന്ത്യൻ പാർലമെന്റ് ഷേപ്പിംഗ് ഫോറിൻ പോളിസി എന്ന പുസ്തകം രചിച്ചതാരാണ്? KV പ്രസാദ് ആണ്. എന്താണ്, ഇന്ത്യൻ പാർലമെന്റ് ഷേപ്പിംഗ് ഫോറിൻ പോളിസി എന്ന പുസ്തകം രചിച്ചതാരാണ്? KV പ്രസാദ് ആണ്. ദെൻ, ലോക പാർക്കിൻസൺ ദിനം എന്നാണ്? ഏപ്രിൽ 11ആണ്. അപ്പം എന്താണ്, ഏപ്രിൽ 11നാണ് ലോക പാർക്കിൻസൺ ദിനം എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, 2025 ദേശീയ ഗോത്ര യുവജനോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം എവിടെയാണ്? മിസോറാമാണ്. അപ്പം എന്താണ്, 2025 ദേശീയ ഗോത്ര യുവജനോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് മിസോറാം. ലോകത്തിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനായി മാറിയത് ഏതാണ്? ChatGPT ആണ്. അപ്പം എന്താണ്, ChatGPT ആണ് ലോകത്തിലെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പുകളിൽ ഒന്നായി മാറിയത്. ദെൻ, നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതരായി വിവിധ സ്ഥലങ്ങളിലും മറ്റും യാത്ര ചെയ്യാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തും കേരള പോലീസും ചേർന്ന് ഒരുക്കിയ ഒരു പദ്ധതി
പദ്ധതിയാണ് സഹയാത്രിക. അപ്പം എന്താണ്, നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതരായി വിവിധ സ്ഥലങ്ങളിലും മറ്റും യാത്ര ചെയ്യാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തും കേരള പോലീസും ചേർന്നൊരുക്കിയ പദ്ധതിയുടെ പേരാണ് സഹയാത്രിക. സ്ത്രീ സുരക്ഷയും ശാക്തീകരണവും സംബന്ധിച്ച 2025 സ്ത്രീ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരമാണ് ഹൈദരാബാദ്. എന്താണ്, സ്ത്രീ സുരക്ഷയും ശാക്തീകരണവും സംബന്ധിച്ച 2025 സ്ത്രീ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? ഹൈദരാബാദ് ആണ്. ഏതാണ്? ഹൈദരാബാദ്. ദ നെക്സ്റ്റ് വൺ, മേഘാലയയിൽ നിന്നും ഭൗമസൂചിക പദവി അല്ലെങ്കിൽ GI ലഭിച്ച പട്ടണം ഏതാണ്? റിൻഡിയ സിൽക്സ് ആണ്. അപ്പം എന്താണ്, മേഘാലയയിൽ നിന്നും ഭൗമസൂചിക പദവി അല്ലെങ്കിൽ GI ലഭിച്ച പട്ടണമാണ് റിൻഡിയ സിൽക്സ്. ദ നെക്സ്റ്റ് വൺ, DRDO വികസിപ്പിച്ചെടുത്ത ഒരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് BM-04. അപ്പം എന്താണ്, DRDO വികസിപ്പിച്ചെടുത്ത ഒരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് BM-04. 2025 ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യക്കായി സ്വർണം നേടിയതാരാണ്? സ്വരൂജി ഇന്ദ്ര സിംഗും വിജയ് വീർ സിദ്ധുവും. അപ്പം എന്താണ്, 2025 ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യക്കായി സ്വർണം നേടിയതാരാണ്? സ്വരൂപി ഇന്ദ്ര സിംഗും വിജയ് വീർ സിദ്ധുവുമാണ്. ദ നെക്സ്റ്റ് വൺ, അറിവിൻ്റെയും ഗവേഷണത്തിൻ്റെയും മേഖലയിലെ സംഭാവനകൾക്കുള്ള ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഡോക്ടർ HV ഈശ്വറിനാണ്. അപ്പം എന്താണ്, അറിവിൻ്റെയും ഗവേഷണത്തിൻ്റെയും മേഖലയിലെ സംഭാവനകൾക്കുള്ള ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഡോക്ടർ HV ഈശ്വറാണ്. ദ നെക്സ്റ്റ് വൺ, 2025 ഏപ്രിലിൽ 2000 വർഷം പഴക്കമുള്ള മെഗാലിത്തിക് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പം എന്താണ്, 2025 ഏപ്രിലിൽ 2000 വർഷം പഴക്കമുള്ള മെഗാലിത്തിക് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം. ആഫ്രിക്ക ഇന്ത്യക്ക് മാരിടൈം എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ AIKEYME ഐക്കിമി എന്ന് നമുക്ക് ജസ്റ്റ് പറയാം. അഭ്യാസം 2025 നടന്നത് എവിടെയാണ്? ടാൻസാനിയയിലാണ്. അപ്പം എന്താണ്, ആഫ്രിക്ക ഇന്ത്യക്ക് മാരിടൈം എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഐക്കിമി അഭ്യാസം 2025 നടന്നത് എവിടെയാണ്? ടാൻസാനിയയിലാണ്. ദ നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ വ്യാവസായിക ഉൽപ്പാദന സൂചിക അല്ലെങ്കിൽ IIP ഏത് സംഘടനയാണ് പ്രസിദ്ധീകരിക്കുന്നത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് അല്ലെങ്കിൽ CSO ആണ്. അപ്പം എന്താണ്, ഇന്ത്യയിലെ വ്യാവസായിക ഉൽപ്പാദന സൂചിക അല്ലെങ്കിൽ IIP ഏത് സംഘടനയാണ് പ്രസിദ്ധീകരിക്കുന്നത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് CSO ആണ്. ദ നെക്സ്റ്റ് വൺ, ഭൂമിയിൽ നിന്നും 37 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വർണവും ഇരുമ്പും നിക്കലും അടങ്ങിയ ചിഹ്നഗ്രഹം ഏതാണ്? സൈക്കിയാണ്. അപ്പം എന്താണ്, ഭൂമിയിൽ നിന്നും 37 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വർണവും ഇരുമ്പും നിക്കലും അടങ്ങിയ ചിഹ്നഗ്രഹമാണ് സൈക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് വവ്വാലുകളുടെ നിരീക്ഷണ സംവിധാനം ബാറ്റ് എക്കോമോൺ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് IIHS ബാംഗ്ലൂർ. അപ്പം എന്താണ്, ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് വവ്വാലുകളുടെ നിരീക്ഷണ സംവിധാനം ബാറ്റ് എക്കോമോൺ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം, അതിൻ്റെ പേരെന്താണ്? സംവിധാനത്തിൻ്റെ പേരെന്താണ്? ബാറ്റ് എക്കോമോൺ. അത് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? IIHS ബാംഗ്ലൂർ. ഏതാണ്? IIHS ബാംഗ്ലൂർ. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്. ദ നെക്സ്റ്റ് വൺ, 2025 ഏപ്രിലിൽ അന്തരിച്ച M ബാബുരാജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായിട്ടാണ്. ഏതാണ്? ഫുട്ബോളുമായിട്ട്. ദ നെക്സ്റ്റ് വൺ, ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയകിരൺ എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. അപ്പം എന്താണ്, ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയകിരൺ എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2024 34ാമത്തെ സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. അപ്പം എന്താണ്, 2024 34ാമത്തെ സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. ദ നെക്സ്റ്റ് വൺ, പ്രധാനമന്ത്രി മുദ്രാ യോജന അല്ലെങ്കിൽ PMMY പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? കോർപ്പറേറ്റ് ഇതര കാർഷികേതര ചെറുകിട സംരംഭകർക്ക് വായ്പ നൽകുക. അപ്പം എന്താണ്, പ്രധാനമന്ത്രി മുദ്ര യോജന അല്ലെങ്കിൽ PMMY പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? കോർപ്പറേറ്റ് ഇതര കാർഷികേതര ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പ നൽകുക എന്നതാണ്. ദ നെക്സ്റ്റ് വൺ, 2025 ഏപ്രിലിൽ XAI പ്രഖ്യാപിച്ച പ്രോജക്റ്റ് എക്സിൻ്റെ ലക്ഷ്യം എന്താണ്? AI ഉപയോഗിച്ച ശാസ്ത്രീയ കണ്ടെത്തലുകൾ ത്വരിതപ്പെടുത്തുക. അപ്പം എന്താണ്, 2025 ഏപ്രിലിൽ XAI പ്രഖ്യാപിച്ച പ്രോജക്റ്റ് എക്സിൻ്റെ ലക്ഷ്യം എന്താണ്? AI ഉപയോഗിച്ച ശാസ്ത്രീയ കണ്ടെത്തലുകൾ ത്വരിതപ്പെടുത്തുക. ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ മണ്ണ് പര്യവേഷണ കേന്ദ്രം ഏതാണ്? പത്തനംതിട്ടയാണ്. എന്താണ്, ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ മണ്ണ് പര്യവേഷണ കേന്ദ്രമാണ് പത്തനംതിട്ട.
ദ നെക്സ്റ്റ് വൺ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 6 പുസ്തകങ്ങളുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ബാനു മുഷ്താഖിന്റെ ചെറുകഥാസമാഹാരം ഏതാണ്? ഹാർട്ട് ലാമ്പാണ്. എന്താണ്? ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 6 പുസ്തകങ്ങളുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ബാനു മുഷ്താഖിന്റെ ചെറുകഥാസമാഹാരമാണ് ഹാർട്ട് ലാമ്പ്. ദ നെക്സ്റ്റ് വൺ വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 2025 ഏപ്രിൽ 8-നാണ്. ഇതാണ് വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 2025 ഏപ്രിൽ 8-നാണ്. 2025 ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന പുതിയ പാമ്പൻ പാലത്തിന്റെ നീളം എത്രയാണ്? 2.08 കിലോമീറ്റർ ആണ്. അപ്പം എന്നാണ് 2025 ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന പുതിയ പാമ്പൻ പാലത്തിന്റെ നീളമാണ് 2.08 കിലോമീറ്റർ. ദ നെക്സ്റ്റ് വൺ US ശാസ്ത്രജ്ഞർ ക്രിസ്പർ ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തിരികെ കൊണ്ടുവന്ന വംശനാശം സംഭവിച്ച പക്ഷിയാണ് പാസഞ്ചർ പീജൺ. എന്താണ്? US ശാസ്ത്രജ്ഞർ ക്രിസ്പർ ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തിരികെ കൊണ്ടുവന്ന വംശനാശം സംഭവിച്ച പക്ഷി ഏതാണ്? പാസഞ്ചർ പീജിയൺ ആണ്. ഏതാണ്? പാസഞ്ചർ പീജിയൺ. 12,500 വർഷം മുൻപ് മൺമറഞ്ഞു പോയ ഏത് ജീവിയെയാണ് ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ US-ൽ വികസിപ്പിച്ചെടുത്തത്? അത് ഡയർ വൂൾഫ് ആണ്. ഏതാണ്? ഡയർ വൂൾഫ്. എന്താണ്? 12,500 വർഷം മുൻപ് മൺമറഞ്ഞു പോയ ഏത് ജീവിയെയാണ് ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ US-ൽ വികസിപ്പിച്ചെടുത്തത്? ഡയർ വൂൾഫ് ആണ്. ദ നെക്സ്റ്റ് വൺ സംസ്ഥാനത്ത് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മരുന്ന് നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. എന്താണ്? സംസ്ഥാനത്ത് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മരുന്ന് നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. ദ നെക്സ്റ്റ് വൺ പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി 2025 ഏപ്രിൽ 26 റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായി ഇന്ത്യ ധാരണയിലെത്തിയ രാജ്യം ഏതായിരുന്നു? ഫ്രാൻസ് ആണ്. അപ്പം എന്താണ്? പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി 2025 ഏപ്രിൽ 26 റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായി ഇന്ത്യ ധാരണയിലെത്തിയ രാജ്യമാണ് ഫ്രാൻസ്. 2025 ബ്രസീലിൽ നടന്ന ലോക ബോക്സിംഗ് കപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാരാണ്? ഹിതേഷ് ഗുലിയാണ്. എന്താണ്? 2025 ബ്രസീലിൽ നടന്ന ലോക ബോക്സിംഗ് കപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ഹിതേഷ് ഗുലിയ. ദ നെക്സ്റ്റ് വൺ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളെ RRB ഏകീകരിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച പുതിയ നയമാണ് ഒരു സംസ്ഥാനം ഒരു പ്രാദേശിക ഗ്രാമീണ ബാങ്ക്. അപ്പം എന്താണ്? പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളെ അല്ലെങ്കിൽ RRB ഏകീകരിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച പുതിയ നയമാണ് ഒരു സംസ്ഥാനം ഒരു പ്രാദേശിക ഗ്രാമീണ ബാങ്ക് എന്നുള്ളത്. ദ നെക്സ്റ്റ് വൺ 2024 സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് K. ജയകുമാറിനെ അർഹമാക്കിയ കവിതാ സമാഹാരമാണ് പിംഗലകേശിനി. എന്താണ്? 2024 സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് K. ജയകുമാറിനെ അർഹമാക്കിയ കവിതാ സമാഹാരമാണ് പിംഗലകേശിനി. 2025 ഏപ്രിൽ 1 മുതൽ 13 വരെ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ദുരന്ത നിവാരണ പരിശീലനമാണ് ടൈഗർ ട്രയംഫ്. എന്താണ്? 2025 ഏപ്രിൽ 1 മുതൽ 13 വരെ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ദുരന്ത നിവാരണ പരിശീലനം ഏതാണ്? ടൈഗർ ട്രയംഫ് ആണ്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ലോക ആരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7-നാണ്. ഓക്കെ. എന്താണ്? ലോക ആരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7-നാണ്. അതുപോലെ 2025 പ്രമേയം എന്താണ്? ഇതിൻ്റെ ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നാണ്. എന്താണ്? ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നുള്ളതാണ് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7 ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഈ 2024 2025 പ്രധാനപ്പെട്ട ദിനങ്ങളും അതിൻ്റെ പ്രമേയങ്ങളും ചേർത്ത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അത് നിങ്ങൾ ഫോളോ ചെയ്യാം. ദ നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുടെ സംസ്ഥാനമാണ് UP. അപ്പം എന്താണ്? ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. 2025 ലോകാരോഗ്യ സംഘടനയുടെ റോഡ് സുരക്ഷാ സൂചികയിൽ ഏറ്റവും സുരക്ഷിതമായി വാഹനമോടിക്കുന്ന രാജ്യം ഏതാണ്? നോർവേ ആണ്. എന്താണ്? 2025 ലോകാരോഗ്യ സംഘടനയുടെ റോഡ്
റോഡ് സുരക്ഷാ സൂചികയിൽ ഏറ്റവും സുരക്ഷിതമായി വാഹനമോടിക്കുന്ന രാജ്യമേതാണ്? നോർവേയാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 49ാമത്തെ സ്ഥാനമാണ്. അപ്പോൾ ഇന്ത്യക്ക് 49ാമത്തെ സ്ഥാനവും നോർവേക്കാണ് ഏറ്റവും റോഡ് സുരക്ഷാ സൂചികയിൽ ഏറ്റവും സുരക്ഷിതമായി വാഹനമോടിക്കുന്ന ഒന്നാമത്തെ രാജ്യമായിട്ട് നോർവേയും 49ാമത്തെ സ്ഥാനമായിട്ട് ഇന്ത്യയുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആരാണ്? 2025 ലോകാരോഗ്യ സംഘടന. ഓക്കെ. കേരള ഗവർണറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പസുകളിൽ ലഹരി വിമുക്തമാക്കി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ക്യാമ്പയിനാണ് ലഹരിയോട് സന്ധിയില്ല. അപ്പം എന്താണ്? കേരള ഗവർണറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പസുകളിൽ ലഹരി വിമുക്തമാക്കി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ക്യാമ്പയിനാണ് ലഹരിയോട് സന്ധിയില്ല എന്നുള്ളത്. ദ നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നദീതീര ഡോൾഫിൻസ് കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നദീതീര ഡോൾഫിൻസ് കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. വ്യാജ വെളിച്ചെണ്ണ തിരിച്ചറിയാൻ കേരള ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ആരംഭിച്ച പ്രത്യേക പരിശോധനയാണ് ഓപ്പറേഷൻ ഓയിൽ. എന്താണ്? വ്യാജ വെളിച്ചെണ്ണ തിരിച്ചറിയാൻ കേരള ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ആരംഭിച്ച പ്രത്യേക പരിശോധനയാണ് ഓപ്പറേഷൻ ഓയിൽ. ദ നെക്സ്റ്റ് വൺ, തുറമുഖാധിഷ്ഠിത വികസനത്തിലൂടെ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ സാഗർ മാല പദ്ധതിയുടെ എത്രാമത്തെ വാർഷികമാണ് 2025 ഏപ്രിൽ ആഘോഷിക്കുന്നത്? 10ാമത്തെയാണ്. ഓക്കെ. അപ്പം എന്താണ്? തുറമുഖാധിഷ്ഠിത വികസനത്തിലൂടെ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ സാഗർമാല പദ്ധതിയുടെ എത്രാമത്തെ വാർഷികമാണ് 2025 ഏപ്രിൽ ആഘോഷിക്കുന്നത്? 10ാമത്തെയാണ്. 2025 ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണം നൽകി ആദരിച്ച രാജ്യമാണ് ശ്രീലങ്ക. അപ്പം എന്താണ്? 2025 ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണം നൽകി ആദരിച്ച രാജ്യമേതാണ്? ശ്രീലങ്കയാണ്. ദ നെക്സ്റ്റ് വൺ, ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സ് സുസുക്കിയിലെ തുടർച്ചയായ 4ാം കിരീടം നേടിയ ലോക ചാമ്പ്യനാണ് മാക്സ് വെർസ്റ്റപ്പൻ. എന്താണ്? ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സ് സുസുക്കയിലെ തുടർച്ചയായ 4ാം കിരീടം നേടിയ ലോക ചാമ്പ്യനാണ് മാക്സ് വെർസ്റ്റപ്പൻ. ദ നെക്സ്റ്റ് വൺ, 2025 7ാമത് മേഖല ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. എന്താണ്? 2025 7ാമത് മേഖല ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. 2025 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം റെയിൽവേ സ്റ്റേഷൻസ് ഏറ്റവും കൂടുതൽ സൗരോർജ്ജ ഇൻസ്റ്റലേഷനുകളുള്ള സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. എന്താണ്? 2025 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം റെയിൽവേ സ്റ്റേഷൻസിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജ ഇൻസ്റ്റലേഷനുകളുള്ള സംസ്ഥാനമാണ് രാജസ്ഥാൻ. ദ നെക്സ്റ്റ് വൺ, PM അജയ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? പട്ടികജാതി സമൂഹങ്ങൾക്കിടയിലെ ദാരിദ്ര്യം കുറയ്ക്കൽ. എന്താണ്? PM അജയ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? പട്ടികജാതി സമൂഹങ്ങൾക്കിടയിലെ ദാരിദ്ര്യം കുറയ്ക്കൽ. ദ നെക്സ്റ്റ് വൺ, ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നറിയപ്പെടുന്ന ഒരു വലിയ ആൻറ്റി സൈക്ലോണിക് കൊടുങ്കാറ്റ് രൂപപ്പെടുന്ന ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. എന്താണ്? ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നറിയപ്പെടുന്ന ഒരു വലിയ ആൻറ്റി സൈക്ലോണിക് കൊടുങ്കാറ്റ് രൂപപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫിനാണ്. എന്താണ്? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. ദ നെക്സ്റ്റ് വൺ, 2025 ഏപ്രിലിൽ മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായതിൻ്റെ എത്രാം വാർഷികമാണ് ആചരിച്ചത്? 50ാം വാർഷികമാണ്. എന്താണ്? 2025 ഏപ്രിലിൽ മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായതിൻ്റെ എത്രാം വാർഷികമാണ് ആചരിച്ചത്? 50ാമത്തെ. ദ നെക്സ്റ്റ് വൺ, രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം നിലവിൽ വന്നത് പുതിയ പാമ്പൻ പാലം എന്ന പേരിലാണ്. എന്താണ്? രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ഏതാണ്? പുതിയ പാമ്പൻ പാലമാണ്. 2025 മാർച്ചിൽ കേരളത്തിൽ നിന്നും ഭൗമ സൂചിക പദവി ലഭിച്ച ഒരു പരമ്പരാഗത ആദിവാസി കരകൗശല വസ്തു ഏതാണ്? കണ്ണാടിപ്പായ. എന്താണ്? 2025 മാർച്ചിൽ കേരളത്തിൽ നിന്നും ഭൗമ സൂചിക പദവി ലഭിച്ച ഒരു പരമ്പരാഗത ആദിവാസി കരകൗശല വസ്തു ഏതാണ്? കണ്ണാടിപ്പായയാണ്. ദ നെക്സ്റ്റ് വൺ, സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ 2024 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വി മധുസൂദനൻ നായർക്കാണ്. എന്താണ്? സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ 2024 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് വി മധുസൂദനൻ നായർക്കാണ്. ദ നെക്സ്റ്റ് വൺ, വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം നടപ്പാക്കുന്ന മന്ത്രാലയം ഏതാണ്? ആഭ്യന്തര മന്ത്രാലയമാണ്. എന്താണ്? വൈബ്രന്റ് വില്ലേജർ
പ്രോഗ്രാം നടപ്പാക്കുന്ന മന്ത്രാലയമാണ് ആഭ്യന്തര മന്ത്രാലയം. 2025 ഏപ്രിലിൽ സ്ട്രെയിറ്റ് തണ്ടർ 2025A എന്ന പേരിൽ ഒരു പുതിയ സൈനിക അഭ്യാസം ആരംഭിച്ച രാജ്യമേതാണ്? ചൈനയാണ്. എന്താണ്? 2025 ഏപ്രിലിൽ സ്ട്രെയിറ്റ് തണ്ടർ 2025A എന്ന പേരിൽ ഒരു പുതിയ സൈനിക അഭ്യാസം ആരംഭിച്ച രാജ്യമാണ് ഏത്? ചൈന. ദ നെക്സ്റ്റ് വൺ, 2025 ധനകാര്യ ആരോഗ്യ സൂചികയിൽ അല്ലെങ്കിൽ FHIയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. എന്താണ്? 2025 ധനകാര്യ ആരോഗ്യ സൂചികയിൽ അല്ലെങ്കിൽ FHIയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് ഒഡീഷ. ദ നെക്സ്റ്റ് വൺ, 2025 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കിയിലാണ്. അപ്പോൾ അതാണ് 2025 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി. RBIയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായതാരാണ്? പൂനം ഗുപ്തയാണ്. എന്താണ്? RBIയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായതാരാണ്? പൂനം ഗുപ്തയാണ്. നെക്സ്റ്റ് വൺ, ഭിന്നശേഷിക്കാർക്കൊപ്പം മാനസിക വെല്ലുവിളി നേരിടുന്നവർ, മാനസിക രോഗം ഭേദമായവർ, ഭൗതിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുടെ രക്ഷകർത്താക്കൾ എന്നിവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ്. ഏതാണ് പദ്ധതി? എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഭിന്നശേഷിക്കാർക്കൊപ്പം മാനസിക വെല്ലുവിളി നേരിടുന്നവർ, മാനസിക രോഗം ഭേദമായവർ, ഭൗതിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുടെ രക്ഷകർത്താക്കൾ എന്നിവർക്ക് തൊഴിൽ ലഭ്യമാകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ചാനലിൽ നമ്മൾ എന്താണ് കേരള സർക്കാരിൻ്റെ പദ്ധതികളും ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ. അതും നമ്മൾ എന്താണ് ഇതിനകത്ത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അത് നിങ്ങൾ ഫോളോ ചെയ്യാം. ദ നെക്സ്റ്റ് വൺ, 2025 താഷ്കൻഡ് ഓപ്പൺ ചെസ് കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്ററാണ് നിഹാൽ സരിൻ. ഇതാണ് 2025 താഷ്കൻഡ് ഓപ്പൺ ചെസ് കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? നിഹാൽ സരിനാണ്. പശ്ചിമഘട്ടത്തിലെ വയനാട് പ്രദേശത്ത് നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയുടെ പേരെന്താണ്? വയനാടൻ ടോറന്റ് ഡാർട്ട്. എന്താണ്? പശ്ചിമഘട്ടത്തിലെ വയനാട് പ്രദേശത്ത് നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് വയനാടൻ ടോറന്റ് ഡാർട്ട്. ദ നെക്സ്റ്റ് വൺ, വഖഫ് ഭേദഗതി ബിൽ രാഷ്ട്രപതി അംഗീകാരം നൽകിയതെന്നാണ്? ഏപ്രിൽ 5, 2025. എന്താണ്? വഖഫ് ഭേദഗതി ബിൽ രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2025 ഏപ്രിൽ 5. ദ നെക്സ്റ്റ് വൺ, 2027 നടക്കാനിരിക്കുന്ന പ്രഥമ ബിംസ്റ്റെക് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേതാണ്? ഇന്ത്യയാണ്. എന്താണ്? 2027 നടക്കാനിരിക്കുന്ന പ്രഥമ ബിംസ്റ്റെക് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 7ാമത് എഡിഷൻ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ഏതാണ്? ബീഹാറാണ്. അപ്പം എന്താണ്? 7th എഡിഷൻ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദിയാണ് ബീഹാർ. ദ നെക്സ്റ്റ് വൺ, 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏതു മേഖലയിൽ പ്രശസ്തനാണ്? ചലച്ചിത്ര രംഗവുമായിട്ട്. എന്താണ്? 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏതു മേഖലയിൽ പ്രശസ്തനാണ്? ചലച്ചിത്ര രംഗം. ദ നെക്സ്റ്റ് വൺ, വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചതാരാണ്? കിരൺ റിജിജു ആണ്. അപ്പം എന്താണ്? വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചതാരാണ്? കിരൺ റിജിജു ആണ്. ലോക അത്ലറ്റിക് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഏതാണ്? ഇന്ത്യയാണ്. ഓക്കെ. അപ്പം എന്താണ്? ലോക അത്ലറ്റിക് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പോൾ ഏപ്രിൽ 7 എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഡേ ആണ്. എന്താണ്? ഏപ്രിൽ 7 എന്താണ്? വേൾഡ് ഹെൽത്ത് ഡേ ആണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ്, സിറിയയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായതാരാണ്? അഹമ്മദ് അൽ ഷാ. എന്താണ്? സിറിയയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായതാരാണ്? അഹമ്മദ് അൽ ഷായാണ്. ദ നെക്സ്റ്റ് വൺ, 2025 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായതാരാണ്? എം ലീലാവതിയാണ്. എന്താണ്? 2025 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായതാരാണ്? എം ലീലാവതിയാണ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. എന്താണ്? മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനമാണ് കേരളം. ദ നെക്സ്റ്റ് വൺ, കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? PR ശ്രീജേഷ് ആണ്. അപ്പം എന്താണ്? മുൻ ഹോക്കി താരമായ PR ശ്രീജേഷ് ആണ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ദ നെക്സ്റ്റ് വൺ, 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ഏത് ഉപഗ്രഹമാണ് വിക്ഷേപിച്ചത്? ആര്യഭട്ട. അപ്പം എന്താണ്? 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ഏത് ഉപഗ്രഹമാണ് വിക്ഷേപിച്ചത്? ആര്യഭട്ടയാണ്. അപ്പം ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് എന്ത്? ആര്യഭട്ട.
പ്രതിരോധ മന്ത്രാലയവും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏതാണ്? പ്രചണ്ഡ്. എന്താണ്? പ്രതിരോധ മന്ത്രാലയവും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏതാണ്? പ്രചണ്ഡ് ആണ്. ദ നെക്സ്റ്റ് വൺ, സൈബർ പ്രതിസന്ധികൾ നേരിടുന്നതിനും ദ്രുതഗതിയിൽ പ്രതികരിക്കുന്നതിനും ഏകോപനത്തിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ സൈബർ സുരക്ഷാ പദ്ധതി ഏതാണ്? കേരള സെക്ടറൽ സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ. ഇതാണ് കേരള സെക്ടറൽ സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ. 2025 ആബേൽ സമ്മാനത്തിന് അർഹനായത് ആരാണ്? മസാക്കി കശിവാരയാണ്. അപ്പം എന്താണ് 2025 ആബേൽ സമ്മാനത്തിന് അർഹനായത് ആരാണ്? മസാക്കി കശിവാര. ദ നെക്സ്റ്റ് വൺ, 2025 മാർച്ചിൽ അന്തരിച്ച പീറ്റർ ലീവ്സ് എന്തുമായി ബന്ധപ്പെട്ട കായിക ഇനമാണ്? ക്രിക്കറ്റാണ്. എന്താണ് 2025 മാർച്ചിൽ അന്തരിച്ച പീറ്റർ ലിവർ ബന്ധപ്പെട്ടിരിക്കുന്ന കായിക ഇനം ക്രിക്കറ്റാണ്. ദ നെക്സ്റ്റ് വൺ, 2025 കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നവരിൽ രണ്ടാം സ്ഥാനത്തെത്തിയതാരാണ്? പിണറായി വിജയനാണ്. എന്താണ് 2025 കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നവരിൽ രണ്ടാമത്തെ സ്ഥാനത്തെത്തിയതാരാണ്? പിണറായി വിജയനാണ്. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായി അധികാരത്തിലിരുന്നതാരാണ്? ഇ.കെ. നായനാരാണ്. എന്താണ് ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായി അധികാരത്തിലിരുന്നതാരാണ്? ഇ.കെ. നായനാറാണ്. ദ നെക്സ്റ്റ് വൺ, കേരളത്തിൽ കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിലിരുന്ന വ്യക്തി ആരാണ്? പിണറായി വിജയനാണ്. അപ്പം അതാണ് പിണറായി വിജയനാണ് കേരളത്തിൽ കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിലിരുന്ന വ്യക്തി. ദ നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ സ്കൈ ഡൈനിങ് ആരംഭിച്ച ജില്ല ഏതാണ്? കാസർഗോഡാണ്. എന്താണ് കേരളത്തിൽ ആദ്യമായി സ്കൈ ഡൈനിങ് ആരംഭിച്ച ജില്ല ഏതാണ്? കാസർഗോഡാണ്. അപ്പോൾ ബേക്കൽ ബീച്ചിലാണ് 12 പേർക്ക് ഇരിക്കാവുന്ന സ്കൈ ഡൈനിങ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. എവിടെയാണ്? ബേക്കൽ ബീച്ചിലാണ് 12 പേർക്ക് ഇരിക്കാവുന്ന സ്കൈ ഡൈനിങ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന്റെ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ട കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരം ഏതാണ്? ഹെർട്ട് ലാമ്പാണ്. എന്താണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന്റെ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ട കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിന്റെ കഥാസമാഹാരമാണ് ഹെർട്ട് ലാമ്പ്. അതുപോലെ ദീപ ഭാസ്തിയാണ് ഹെർട്ട് ലാമ്പ് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുള്ളത്. ആരാണ്? ദീപ ഭാസ്തിയാണ് ഹെർട്ട് ലാമ്പ് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തത്. ദ നെക്സ്റ്റ് വൺ, കേരളത്തിൻ്റെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കാസർഗോഡ് മൈലാട്ടിയിലാണ്. അപ്പം എന്താണ് കേരളത്തിൻ്റെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാകുന്നത് കാസർഗോട്ടിലെ മൈലാട്ടിയിലാണ്. ദ നെക്സ്റ്റ് വൺ, 2025 ഏപ്രിലിൽ അന്തരിച്ച തെലുങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ദാരിപ്പള്ളി രാമയ്യയാണ്. അപ്പം എന്താണ് 2025 ഏപ്രിലിൽ അന്തരിച്ച തെലുങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ദാരിപ്പള്ളി രാമയ്യ. എം ഡിയോടുള്ള ആദരസൂചകമായി സുഭാഷ് ചന്ദ്രൻ എഴുതിയ പുസ്തകമാണ് എംഡിത്തം. എന്താണ് എം ഡിയോടുള്ള ആദരസൂചകമായി സുഭാഷ് ചന്ദ്രൻ എഴുതിയ പുസ്തകം ഏതാണ്? എംഡിത്തം. ദ നെക്സ്റ്റ് വൺ, 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? രാജ്ഗീർ. ബീഹാറിലുള്ള രാജ്ഗീറിലാണ് 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ വേദി. ദ നെക്സ്റ്റ് വൺ, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് ഡോക്ടർ എ ജയതിലക് കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത് ആരാണെന്നാണ് പറഞ്ഞത്? ഡോക്ടർ എ ജയതിലകാണെന്ന് പറഞ്ഞു. ആരുടെ ഒഴിവിലേക്കാണ് ഇപ്പോൾ വരുന്നത്? ശാരദ മുരളീധരന്റെ ഒഴിവിലേക്കാണ് വരുന്നത്. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ്. എന്താണ് സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രോജക്റ്റ് എക്സ് ആണ്. ദ നെക്സ്റ്റ് വൺ, അടുത്തിടെ ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? കിർഗിസ്ഥാനാണ്. അപ്പോൾ കിർഗിസ്ഥാനിലാണ് അടുത്തിടെ ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ദ നെക്സ്റ്റ് വൺ, 2025 ഇന്ത്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? നീരജ് ചോപ്ര ക്ലാസിക്. അപ്പം എന്താണ് നീരജ് ചോപ്ര ക്ലാസിക് എന്നാണ് 2025 ഇന്ത്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരത്തിന് നൽകിയിരിക്കുന്ന പേര്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന അലൂമിനിയം നിക്ഷേപം കണ്ടെത്തിയ ജില്ല ഏതാണ്?
കാസർഗോഡ്, കാറുടുക്കയിലാണ്. അപ്പം എന്താണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അലൂമിനിയം നിക്ഷേപം കണ്ടെത്തിയ ജില്ല ഏതാണ്? കാസർഗോഡിലെ കാറടുക്കയിലാണ്. നെക്സ്റ്റ് വൺ 2025 ഏപ്രിലിൽ അന്തരിച്ച ചെമ്മീൻ സിനിമയുടെ സഹസംവിധായകൻ ആരായിരുന്നു? DK വാസുദേവനാണ്. അപ്പം എന്താണ് 2025 ഏപ്രിലിൽ അന്തരിച്ച ചെമ്മീൻ സിനിമയുടെ സഹസംവിധായകൻ ആരാണ്? TK വാസുദേവൻ. നെക്സ്റ്റ് വൺ 2025 ഏപ്രിൽ ICC പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? സൗരവ് ഗാംഗുലിയാണ്. അപ്പം എന്താണ് 2025 ഏപ്രിലിൽ ICC പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സൗരവ് ഗാംഗുലിയാണ്. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ AI സിനിമ ഏതാണ്? ലവ് യു. കന്നഡയിലെ ലവ് യു എന്ന് പറഞ്ഞ സിനിമയാണ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ AI സിനിമ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ സംവിധായകനും നിർമ്മാതാവും ആര് തന്നെയാണ്? S നരസിംഹമൂർത്തിയാണ്. അപ്പം എന്താണ് സംവിധായകനും നിർമ്മാതാവുമായ S നരസിംഹമൂർത്തി തയ്യാറാക്കിയ കന്നഡയിലെ ലവ് യു എന്ന സിനിമയാണ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ AI സിനിമ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഏത് സിനിമയാണ്? എമ്പുരാനാണ്. അപ്പം എന്താണ് ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഏത് സിനിമയാണ്? എമ്പുരാനാണ്. അപ്പം 300 കോടി ക്ലബിൽ എത്തുന്ന ആദ്യ മലയാള ചലച്ചിത്രമാണ് എമ്പുരാൻ. എന്താണ് 300 കോടി ക്ലബിൽ എത്തുന്ന ആദ്യ മലയാള ചലച്ചിത്രം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? എമ്പുരാൻ എന്ന് പറയുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ വൈൻ ബ്രാൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? നിളയാണ്. അപ്പം എന്താണ് കേരള കാർഷിക സർവകലാശാലയുടെ വൈൻ ബ്രാൻഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? നിളയാണ്. നെക്സ്റ്റ് വൺ കാട്ടുതീയിൽ 50 ഏക്കറോളം കത്തി നശിച്ച സജ്ജൻഗഡ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ്. ഓക്കെ, അപ്പം എന്താണ് കാട്ടുതീയിൽ 50 ഏക്കറോളം കത്തി നശിച്ച സജ്ജൻഗഡ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സിറ്റി കീ ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ച രാജ്യം ഏതാണ്? പോർച്ചുഗലാണ്. തലസ്ഥാനം ലിസ്ബണിൽ. അപ്പം എന്താണ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സിറ്റി കീ ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ച രാജ്യം ഏതാണ്? പോർച്ചുഗലാണ്. പോർച്ചുഗലിന്റെ തലസ്ഥാനമാണ് ലിസ്ബൺ എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തെ ശാസ്താംപാറയിലാണ്. അപ്പം എന്താണ് കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് തിരുവനന്തപുരത്ത് ശാസ്താംപാറയിലാണ്. നെക്സ്റ്റ് വൺ 2025 ഏപ്രിലിൽ അന്തരിച്ച മലയാളത്തിന്റെ പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ വ്യക്തിയാണ് ഷാജി N കരുൺ. അപ്പം എന്താണ് 2025 ഏപ്രിലിൽ അന്തരിച്ച മലയാളത്തിന്റെ പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ വ്യക്തി ആരാണ്? ഷാജി N കരുണാണ്. അപ്പം ഇദ്ദേഹം സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനും അതുപോലെ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു. ആരൊക്കെയാണ്? സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റും കൂടിയായിരുന്നു ആര്? ഷാജി N കരുൺ എന്ന് പറയുന്നത്. കാൻ മേളയിൽ മത്സര വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള സിനിമ ഏതാണ്? പിറവിയാണ്. അപ്പം എന്താണ് കാൻ മേളയിൽ മത്സര വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള സിനിമ ഏതാണ്? പിറവിയാണ്. നെക്സ്റ്റ് വൺ അടുത്തിടെ തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഏതാണ്? രാംനാട് ചിത്തിരേക്കർ അരി, അതുപോലെ വിരുദുനഗർ ചുവന്ന മുളക്, പൻറുട്ടി ചക്ക, പൻറുട്ടി കശുവണ്ടി, പുളിയങ്കുടി ആസിഡ് നാരങ്ങ, ചെട്ടികുളം ചെറിയ ഉള്ളി. ഇപ്പം ഏതൊക്കെയാണ്? ഇതാണ് അടുത്തിടെ തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? 1 രാംനാട് ചിത്തിരേക്കർ അരി, 2 വിരുദുനഗർ ചുവന്ന മുളക്, 3 ഏതാണ്? പൻറുട്ടി ചക്ക, 4 പൻറുട്ടി കശുവണ്ടി, 5 പുളിയങ്കുടി ആസിഡ് നാരങ്ങ, 6th വൺ ചെട്ടികുളം ചെറിയ ഉള്ളി. ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ 4ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പം എന്താണ് ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതിനു മുന്നേ ഏതൊക്കെ രാജ്യങ്ങൾ ഈ ഒരു സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയിട്ടുണ്ട്? അമേരിക്ക, ചൈന, റഷ്യ. 4th വൺ ഇപ്പോഴത്തെ ഇന്ത്യയുമാണ്. അപ്പം എന്താണ് ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, ചൈന, റഷ്യ. ഇപ്പോൾ 4ാമതായിട്ട് ഏതാണ്? ഇന്ത്യയുമാണ്. നെക്സ്റ്റ് വൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? നിധി തിവാരിയാണ്. അപ്പം എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? നിധി തിവാരിയാണ്. 2025 ലോക പുസ്തക പകർപ്പവകാശ ദിനം എന്നാണ്? ഏപ്രിൽ
23-നാണ്. അപ്പം എന്താണ് 2025 ലോക പുസ്തക പകർപ്പവകാശ ദിനം ഏപ്രിൽ 23-നാണ്. ഇതിൻ്റെ പ്രമേയം എന്താണ്? സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിൻ്റെ പങ്ക്. അപ്പം എന്താണ് 2025 പ്രമേയം എന്താണ്? സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിൻ്റെ പങ്ക് എന്നുള്ളതാണ് 2025 ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. എന്നാണ്? ഏപ്രിൽ 23-നാണ്. മുംബൈ പുണ്ടോൾ ആർട്ട് ഗാലറിയിലെ ലേലത്തിൽ 16 കോടിക്ക് വിറ്റ രാജാ രവിവർമ്മ വരച്ച ചിത്രം ഏതാണ്? റിദ്ധി സിദ്ധി ഗണപതി. എന്താണ്? റിദ്ധി സിദ്ധി ഗണപതി എന്നുള്ളതാണ് മുംബൈ പുണ്ടോൾ ആർട്ട് ഗാലറിയിലെ ലേലത്തിൽ 16 കോടിക്ക് വിറ്റ രാജാ രവിവർമ്മ വരച്ച ചിത്രം. അപ്പോൾ ഇത് ഗണപതിയുടെ മടിയിൽ ഭാര്യമാർ ഇരിക്കുന്നതായി ചിത്രീകരിക്കുന്നതാണ് ഈ ഒരു പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ഗണപതിയുടെ മടിയിൽ ഭാര്യമാർ ഇരിക്കുന്നതായി ചിത്രീകരിക്കുന്നതാണ് ഏത്? റിദ്ധി സിദ്ധി ഗണപതി എന്ന് പറഞ്ഞ ആ ഒരു ചിത്രം. ദ നെക്സ്റ്റ് വൺ, സുപ്രീം കോർട്ടിൻ്റെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആവുന്നത് ആരാണ്? ജസ്റ്റിസ് BR ഗവായി ആണ്. അപ്പം എന്താണ്? സുപ്രീം കോർട്ടിൻ്റെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് മാറുന്നത് ആരാണ്? ഇപ്പോൾ ജസ്റ്റിസ് BR ഗവായി ആണ്. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ പട്ടികജാതി വിഭാഗക്കാരനാണ് BR ഗവായി. അപ്പം എന്താണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ പട്ടികജാതി വിഭാഗക്കാരനാണ് ജസ്റ്റിസ് BR ഗവായി എന്ന് പറയുന്നത്. അതുപോലെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഈ പദവിയിലെത്തിയ ആദ്യത്തെ ആൾ ആരായിരുന്നു? മലയാളിയായ ജസ്റ്റിസ് KG ബാലകൃഷ്ണനായിരുന്നു. അപ്പം എന്താണ്? പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഈ പദവിയിലെത്തിയ ഏത് പദവിയിലെത്തിയ? സുപ്രീം കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് എന്ന പദവിയിലെത്തിയ ആദ്യത്തെ ആൾ ആരാണ്? മലയാളിയായിട്ടുള്ള ആദ്യത്തെ ആൾ ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. അതുപോലെ നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്നയാണ്. നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. സുപ്രീം കോർട്ടിൻ്റെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആവുന്നത് ആരാണ്? ജസ്റ്റിസ് BR ഗവായി ആണെന്നും ഓർത്തിരിക്കുക. ദ നെക്സ്റ്റ് വൺ, 2025 ഏപ്രിൽ അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ തലവനാരാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അപ്പം എന്താണ്? 2025 ഏപ്രിൽ അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ തലവനാരാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഹോപ്പ്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ? ഏതാണ്? ഹോപ്പാണ്. അതുപോലെ ഔദ്യോഗിക പദവിയിലിരിക്കെ ഒരു മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച ആദ്യ ആത്മകഥ കൂടിയാണ് ഈ ഹോപ്പ് എന്നുള്ള ആത്മകഥ. അപ്പം എന്താണ്? ഔദ്യോഗിക പദവിയിലിരിക്കെ ഒരു മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച ആദ്യ ആത്മകഥയാണ് ഹോപ്പ് എന്ന് പറഞ്ഞ ആത്മകഥ. 2025 ഏപ്രിൽ അന്തരിച്ച നോബൽ ജേതാവായ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനാരാണ്? മാരിയോ വർഗസ് യോസ. അപ്പം എന്താണ്? 2025 ഏപ്രിൽ അന്തരിച്ച നോബൽ ജേതാവായ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനാരാണ്? മാരിയോ വർഗസ് യോസ. നോബൽ പ്രൈസ് ലഭിച്ചത് ഇദ്ദേഹത്തിന് 2010-ലാണ്. എന്നാണ്? 2010. ദ നെക്സ്റ്റ് വൺ, 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ്? റിയോ ഡി ജനീറോയാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുക്കപ്പെട്ട നഗരം. ദ നെക്സ്റ്റ് വൺ, 2025 ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കലാണ്. അപ്പം എന്താണ്? 2025 ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കലാണ്. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. അപ്പം എന്താണ്? 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതായിരുന്നു? ഹരിയാനയാണ്. അപ്പോൾ 2ാം സ്ഥാനം തമിഴ്നാടിനും 3ാം സ്ഥാനം ഉത്തർപ്രദേശിനും കേരളത്തിന് 13ാം സ്ഥാനവുമായിരുന്നു. അപ്പോൾ 1ാം സ്ഥാനം ആർക്കാണ്? ഹരിയാനയ്ക്കാണ്. 2ാം സ്ഥാനം തമിഴ്നാടിനും 3ാം സ്ഥാനം ഉത്തർപ്രദേശിനും കേരളത്തിനാണെങ്കിൽ 13ാം സ്ഥാനമായിരുന്നു. ഏതിൽ? 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ. ഓക്കെ. ദ നെക്സ്റ്റ് വൺ, 2024 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? KP സുധീരയാണ്. അപ്പം എന്താണ്? 2024 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? KP സുധീരയാണ്. സംസ്ഥാനത്ത് പാലുൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ലക്ഷ്യമിട്ട് ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഫോക്കസ് ബ്ലോക്ക്. അപ്പം എന്താണ്? സംസ്ഥാനത്ത് പാലുൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ലക്ഷ്യമിട്ട് ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഫോക്കസ് ബ്ലോക്കാണ്. ദ നെക്സ്റ്റ് വൺ, 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. ഇതാണ് 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതായിരുന്നു? ജപ്പാനായിരുന്നു. ദെൻ
IQ എയറിൻ്റെ 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം ആർക്കാണ്? ബഹാമസിനാണ്. 2-ാം സ്ഥാനം ആർക്കാണ്? ബെർമൂഡയ്ക്കും. 3-ാം സ്ഥാനം ഫ്രഞ്ച് പോളിനേഷ്യയ്ക്കുമാണ്. അപ്പം എന്താണ്? IQ എയറിൻ്റെ 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം ബഹാമസിന്, 2-ാം സ്ഥാനം ബെർമൂഡ, 3-ാം സ്ഥാനം ഫ്രഞ്ച് പോളിനേഷ്യയ്ക്കുമാണ്. 2025 ഏപ്രിൽ അന്തരിച്ച കുമുദിനി ലാഖിയ ഏതു മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കഥക് നർത്തകിയാണ് അല്ലേ? അപ്പം എന്താണ്? 2025 ഏപ്രിൽ അന്തരിച്ച കുമുദിനി ലാഖിയ ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കഥക് നർത്തകിയാണ് ഇവർ. അപ്പം എന്താണ്? സംസ്ഥാന ഇലക്ഷൻ വകുപ്പിൻ്റെ ഏകീകൃത ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 1950. അപ്പം എന്താണ്? സംസ്ഥാന ഇലക്ഷൻ വകുപ്പിൻ്റെ ഏകീകൃത ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 1950 ആണ്. ദ നെക്സ്റ്റ് വൺ ആണ് ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ് കേസരി ചാപ്റ്റർ 2. അപ്പം എന്താണ്? ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന സിനിമ ഏതാണ്? കേസരി ചാപ്റ്റർ 2. അപ്പം ഇതിൻ്റെ സംവിധായകൻ ആരാണ്? കരൺ സിംഗ് ത്യാഗി. അപ്പം ഇതിൻ്റെ സംവിധായകനാണ് കരൺ സിംഗ് ത്യാഗി. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യത്തെ മലയാളിയും ചേറ്റൂർ ശങ്കരൻ നായർ തന്നെയാണ്. അപ്പം എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ മലയാളിമാർ തന്നെയാണ് ചേറ്റൂർ ശങ്കരൻ നായരാണ്. 1897 അമരാവതി സമ്മേളനത്തിലാണ് ഇദ്ദേഹം INSൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏത് സമ്മേളനത്തിലാണ്? അമരാവതി സമ്മേളനം. അതെന്നാണ് നടന്നത്? 1897. അപ്പം എന്താ നമ്മൾ പറഞ്ഞു വന്ന ചോദ്യം എന്തായിരുന്നു? ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതമാസ്പദമാക്കി പുറത്തിറങ്ങുന്ന സിനിമ ഏതാണ്? കേസരി ചാപ്റ്റർ 2. 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന്. എന്താണ്? 2024 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ആർക്കൊക്കെയാണ് ലഭിച്ചത്? ഒന്ന്, മികച്ച ചിത്രത്തിന് കിട്ടിയത് ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. അപ്പം മികച്ച ചിത്രം ഏതായിരുന്നു? ഫെമിനിച്ചി ഫാത്തിമ. അതിൻ്റെ സംവിധാനം ആരാണ്? ഫാസിൽ മുഹമ്മദ് ആണ്. അപ്പോൾ ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിനാണ് 48ാമത്തെ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ചത്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ, മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഇന്ദുലക്ഷ്മി ചിത്രമായിട്ടുള്ള അപ്പുറം എന്ന സിനിമയ്ക്കാണ്. എന്താണ്? മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഇന്ദുലക്ഷ്മി ചിത്രമായ അപ്പുറത്തിനാണ്. ദ നെക്സ്റ്റ് വൺ, മികച്ച നടൻ ആരാണ്? ടൊവിനോ തോമസ് ആണ്. മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് ടൊവിനോ തോമസിനെയും അതുപോലെ മികച്ച നടി ആരാണ്? നസ്രിയ നസീമും റീമ കല്ലിങ്കിലുമാണ്. അപ്പം എന്താണ്? നസ്രിയ നസീമും റീമ കല്ലിങ്കിലുമാണ് മികച്ച നടിയായിട്ട് 2024 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിൽ ആദ്യമായി ക്യാമ്പസുകളിലെ ലഹരി വേട്ടയ്ക്ക് AI സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പം എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്യാമ്പസുകളിലെ ലഹരി വേട്ടയ്ക്ക് AI സംവിധാനം ഒരുക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയാണ് AI സംവിധാനം വികസിപ്പിക്കുന്നത്. ആരാണ്? ഡിജിറ്റൽ സർവകലാശാലയാണ് AI സംവിധാനം വികസിപ്പിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മുഖ്യ പരിശീലകനായിട്ട് ആരാണ് വരുന്നത്? ദവീദ് കറ്റാലയാണ്. സ്പാനിഷ് കോച്ചായിട്ടുള്ള ദവീദ് കറ്റാലയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മുഖ്യ പരിശീലകൻ. ദ നെക്സ്റ്റ് വൺ, സംസ്ഥാനത്തെ മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തെരഞ്ഞെടുത്തത് ഏതാണ്? തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്കിനെയാണ്. അപ്പം എന്താണ്? തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്കാണ് സംസ്ഥാനത്തെ മികച്ച രക്തബാങ്കായിട്ട് ദേശീയ ആരോഗ്യ മന്ത്രാലയം തെരഞ്ഞെടുത്തത്. മലയാള സിനിമാ നടൻ സത്യൻ്റെ ജീവിതം ആസ്പദമാക്കി രാജീവ് ശിവശങ്കർ രചിച്ച നോവൽ ഏതാണ്? സത്യമാണ്. എന്താണ്? മലയാള സിനിമാ നടൻ സത്യൻ്റെ ജീവിതം ആസ്പദമാക്കി രാജീവ് ശിവശങ്കർ രചിച്ച നോവലാണ് സത്യം. ദ നെക്സ്റ്റ് വൺ, ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടി 2025ൻ്റെ വേദി ഏതാണ്? ന്യൂഡൽഹിയാണ്. ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടി 2025ൻ്റെ വേദി ഏതാണ്? ന്യൂഡൽഹിയാണ്. ദ നെക്സ്റ്റ് വൺ, ലോകത്തിലെ ഏറ്റവും മോശം വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനമാണ്. എന്താണ്? ലോകത്തിലെ ഏറ്റവും മോശം വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനമാണ്. അപ്പോൾ ഏറ്റവും മലിനമായിട്ടുള്ള രാജ്യം ഏതാണ്? ചാഡ്. അപ്പോൾ ഏറ്റവും മലിനമായ രാജ്യം ചാടാണ്. അപ്പോൾ 2ാം സ്ഥാനം ബംഗ്ലാദേശിനും 3ാം സ്ഥാനം പാകിസ്ഥാനുമാണെന്നും ഓർത്തിരിക്കാം. ദ നെക്സ്റ്റ് വൺ, വനം വകുപ്പിൻ്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ്റെ എന്താണ്? സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ടൊവിനോ തോമസ് ആണ്. അപ്പോൾ എന്താണ്? ടൊവിനോ തോമസ് ആണ് വനം വകുപ്പിൻ്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ബ്രാൻഡ് അംബാസഡർ. 2025 ലോക കാലാവസ്ഥാ സംഘടന
പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം 2024 അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലുണ്ടായ സംഭവം ഏതാണ്? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലാണ്. എന്താണ്? മുണ്ടക്കൈ ചൂരൽമലയിലെ ഉരുൾപൊട്ടലാണ്. 2025 ലോക കാലാവസ്ഥാ സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം 2024 അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലുണ്ടായ സംഭവം ഏതായിരുന്നു? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ വയനാട്ടിൽ നടന്നതാണിത്. 2024 ജൂലൈ 30 ഉരുൾപൊട്ടൽ ഉണ്ടായത്. എന്നാണ്? 2024 ജൂലൈ 30 മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ വയനാട്ടിൽ നടന്നതെന്ന് ഓർത്തിരിക്കുക. ദ നെക്സ്റ്റ് വൺ, മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയലിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ്. അപ്പം എന്താണ്? തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയലിൻ്റെ പ്രതിമ സ്ഥാപിതമാകുന്നത്. വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. എന്താണ്? വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാനായിട്ട് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പോൾ കമ്മീഷൻ്റെ തലസ്ഥാനം അപ്പോൾ എവിടെയായിരിക്കും? തിരുവനന്തപുരത്താണ് തലസ്ഥാനം വരുന്നത്. ദ നെക്സ്റ്റ് വൺ, ലോകത്ത് ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ഇന്ത്യൻ കലാസൃഷ്ടിയാണ് ഗ്രാമയാത്ര എന്ന ചിത്രം. എന്താണ്? ലോകത്ത് ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ഇന്ത്യൻ കലാസൃഷ്ടി ഏതാണ്? ഗ്രാമയാത്ര എന്ന MF ഹുസൈൻ വരച്ച ചിത്രമാണ്. ദ നെക്സ്റ്റ് വൺ, മോഹൻലാൽ അതായത് സിനിമാ താരം മോഹൻലാൽ ബ്രാൻഡ് അംബാസഡറായി എത്തിയ ലഹരി വിരുദ്ധ ഹ്രസ്വ ചിത്രമാണ് യോദ്ധാവ്. അപ്പം എന്താണ്? സിനിമാ താരമായ മോഹൻലാൽ ബ്രാൻഡ് അംബാസഡറായി എത്തിയ ലഹരി വിരുദ്ധ ഹ്രസ്വ ചിത്രം ഏതാണ്? യോദ്ധാവാണ്. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കേരള PSC, SSC, CAS, UPSC എക്സാംസിൽ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ദെൻ വീഡിയോ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കണ്ടും കേട്ടും മനസ്സിൽ ഉറപ്പിക്കുക. ദെൻ വിഷ് ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.